ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്നൊരു എൻവലപ്പ് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. നിങ്ങൾ വിചാരിക്കും ഇത് വലിയ സ്ട്രോബെറി തീമിലുള്ളതായിരിക്കും എന്ന്. പക്ഷെ ഒരിക്കലുമല്ല. ഞാൻ എപ്പോഴും ഡിഫറെൻ്റായിട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് പെറ്റൽസാണ്. റോസ് പെറ്റൽസ് ഇങ്ങനെ വീഴുന്ന പോലെ സെയിം ബട്ട് ഡിഫറെൻ്റ് ആ സംഭവമില്ലേ, അതേപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ ക്യാമറ ഈ ലൈറ്റ്സ് എന്താ ഇനി പറയുക, ഫ്ലാഷ് ഓൺ ആക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും കാണാൻ ഒരു ഭംഗിയില്ല ഉണ്ടല്ലേ. ഓക്കെ, ഇനി എനിക്ക് ചെയ്യേണ്ട ഒരു പരിപാടിയേ ഉള്ളൂ. ഇനി ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം. അയ്യോ, ഇതൊക്കെ വരയ്ക്കാൻ എന്ത് എളുപ്പമാണ്, എന്നിട്ട് ഞാൻ തെറ്റിക്കുന്നു. വാട്ട് ക്യാൻ ഐ ഡു? ഐ ആം സോ എനിക്ക് ഇങ്ങനെ കൊടുക്കാം. ആകുമ്പോൾ ഒരു പെറ്റലിൻ്റെ ഒരു ഇത് വരുമല്ലോ. ഇവിടെ നമുക്ക് അതിൻ്റെ അപ്പുറത്തൊരു ഡാർക്ക് കളർ അടിച്ചു കൊടുക്കാം. നേരെ ഇച്ചിരി കറക്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക്. അതാണ് എൻ്റെ ഒരിത്. എന്നും അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് കറക്റ്റ് ഒരു സ്ട്രോബെറി പോലെ ഉണ്ടല്ലേ. ബട്ട് സ്ട്രോബെറീസ് ചെയ്യാൻ ഇനി എനിക്ക് സമയമില്ല, കാരണം കുറേ അല്ല ഇനി വരയ്ക്കണം. എന്ത് കഷ്ടമാണ്. ഔട്ട്ലൈൻ വരച്ചതൊന്നും കാണാൻ ഒരു മെനയും. ഇനിയും എന്നെ കൊണ്ട് അത് ഇച്ചിരി മെനകേടായിട്ടോ. ഇത് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. കറക്റ്റ് ഒരു പെറ്റലിൻ്റെ ഒരു ഷേപ്പാണ് ഇതിന്. പക്ഷെ ഞാൻ വരച്ച് വരുമ്പോൾ വേറെ ഏതൊരു ഷേപ്പായി പോവും. ഇത് കറക്റ്റാണ്. എനിക്ക് ഇതിനെല്ലാത്തിനും ഡിഫറെൻ്റ് ആക്കണം. ഇതെല്ലാം നമുക്ക് ഡിഫറെൻ്റായിട്ട് ചെയ്യും. അതല്ലേ അതിൻ്റെ ഒരു ഇത്. അതെ, അപ്പം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, 2 എൻവലപ്പ് ഉണ്ടാക്കാനാണ്. ഒന്ന് സ്ട്രോബെറിയുടെ, ഒന്ന് പെറ്റൽസിൻ്റെ. എനിക്ക് സ്ട്രോബെറി ഇപ്പം ചെയ്യാൻ തോന്നുന്നു. ഈ പെറ്റൽസ് ഭയങ്കര ഒരു മെനകേടായി പോലെ എനിക്ക് ഫീലാവുന്നതല്ല, മെനകേടായി സത്യത്തിൽ. ഇനിയുണ്ട്. ഇനി ഇത്ര മതി. ഇനി ഞാൻ അടിച്ച സ്ഥലത്ത് മൊത്തം ഡാർക്ക് കളർ അടിക്കണം. ഇതടിക്കുമ്പം കൊളമായി. ബാക്ക് സൈഡല്ലേ കൂടുതൽ വെളുപ്പുള്ള. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഫ്രണ്ടിൽ മൊത്തം ഡാർക്കും ബാക്കിൽ ലൈറ്റായിട്ടും അടിച്ചാൽ ഇതാ കറക്റ്റ്. ഞാൻ ബാക്കിൽ ഡാർക്കും ഫ്രണ്ടിൽ ലൈറ്റുമായിട്ട് അടിച്ചു കൊടുത്തു. എന്ത് മണ്ടിയാലേ ഞാൻ. ഇതാണേ കറക്റ്റ്. കണ്ട അപ്പോൾ കറക്റ്റ് ഒരു റോസ് ഫ്ലവർ ഇങ്ങനെ ഫ്ലവർ വീഴുന്നത്, റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇങ്ങനെ വീഴുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഇപ്പോഴാണേ എല്ലാം ശരിയായത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു എൻവലപ്പ് റെഡി ആയല്ലോ, എൻ്റെ ഒരു സന്തോഷം. അത് തെറ്റിട്ടോ, അതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. മൊത്തത്തിൽ തിരിഞ്ഞത് വേണ്ട, അത് മൊത്തം തല തിരിഞ്ഞു പോകുമല്ലേ, ഒരു വൃത്തികെട്ട ഫ്ലവറായി പോകും. ഫ്ലവർ എന്നെന്താ ഞാൻ പറയുന്നത്, പെറ്റലാണ്. എന്നാൽ ഞാൻ ഇതളുകൾ എന്ന് പറയും. മലയാളം പിടിക്കാം.
കുറച്ച് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീകളായാലോ? നെവിൻ്റെ, നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണ്? ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 7 ഇഷ്ടമാണോ അല്ലയോ എന്ന്. ഇപ്പോഴത്തെ സീസണാണോ കഴിഞ്ഞ സീസണാണോ നല്ലതെന്നൊന്ന് പറയണം. തോന്നുന്നു കഴിഞ്ഞ സീസൺസ് നല്ലതാണ്, ഈ സീസണും കുഴപ്പമില്ലെന്ന് തോന്നി. ഇതിനകത്ത് കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നത് നെവിനാണ്. നല്ല പ്ലാൻഡ് ഗെയിമറാണ് അവൻ. അതെല്ലാം കണ്ട് പഠിച്ചു വന്നേക്കാം. ഓക്കെ, കണ്ടില്ലേ ഇപ്പോൾ കറക്റ്റ് ഹോസ്പിറ്റൽസ് എഴുത പോലെ തന്നെ ഉണ്ട്. ഇനി എന്താ ചെയ്യുക? അതിൻ്റെ മുകളിൽ കൂടെ പെറ്റൽസ് ഒന്ന് എഴുതണോ ഗൈസ്? അത് കൊളാവുമോ? വേണോ? എഴുതിയേക്കാം. ഇപ്പോൾ കൊളായാലും എനിക്ക് കുഴപ്പമില്ല. ഹലോ, ഹേ ഹലോ, ശരി. അപ്പോൾ ഇനി ചെറുതാക്കി പെറ്റൽസ് എന്ന് എഴുതിയാൽ മതിയാവും അല്ലേ? അയ്യോ, പെറ്റൽസ് ഇതൊക്കെ മതി. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ, ഏകദേശം കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. കണ്ട, കൊള്ളാവോ കൊള്ളത്തില്ലെന്ന് പറയണം. അടുത്ത പേജ് എടുത്തിട്ട് ഞാൻ എന്നാൽ അടുത്ത എൻവലോപ്പ് വരയ്ക്കാൻ തുടങ്ങാം. ഗൈസ്, അപ്പുറത്തെ പേജിൽ നിന്ന് ഇപ്പുറത്തെ പേജിലേക്ക് കുറേ പടർന്നിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് കുറച്ചായിട്ടുണ്ട്. നല്ല സീനില്ല, നമ്മളിത് പടർന്നാലും നമ്മളിതൊക്കെ സെറ്റാക്കും. ഓക്കെ, ശരി. ഇനി ഇത് എന്നതാണ് തുറക്കാൻ എന്ത് പാടാ? തുറന്നു ലൈറ്റ് ഇടൂ. ശരി, ഇത് പിന്നെ ഞാൻ പെറ്റൽസ് പോലെ വരയ്ക്കുകയാണ്. എന്നാലും എനിക്കിതൊരു മെനയായിട്ട് തോന്നുന്നില്ല. നേരത്തെ വരച്ചത് സ്ട്രോബെറി പോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പെറ്റൽസ്. നീ ചോദിച്ച രണ്ടാം വാക്കം തേറി കേക്ക് കല്ല് മിണ്ടരുത് കേട്ടോ. ഞാൻ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കും. ഇതാ ചെരിഞ്ഞൊരു അല്ലേ? ഇനി ആളാന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഓട്ടം പോകാവുള്ളൂ. എന്നാ പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോയ ആൾക്കാരുടെ പേര് മാത്രം ഞാൻ എഴുതി വെക്കാം. തിയേറ്ററിൽ പോണതാ സിനിമ. മുട്ടോ അത് വേറെ ഒരുത്തിന് വന്ന ഓട്ടം, അത് എന്നെ ഏൽപ്പിച്ചു. അവനെങ്ങാണ്ട് ഓട്ടം പോവാന്ന് ഈ സ്ട്രോബെറീസ് വരച്ച് ഞാൻ പറഞ്ഞു. ഞാൻ അവരെ കൊണ്ടുപോരോ വേണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി, അന്നേരം വരാമെന്ന് പറഞ്ഞു. തിയേറ്ററിൽ കൊണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പോരും. പോന്നിട്ട് സിനിമ കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ തന്നെ പറഞ്ഞു. അത് പറ്റിയല്ല, വിളിക്കുമ്പോൾ കാര്യം വേണം. ഞാൻ സിനിമ കാണാൻ കയറുമെന്ന് എനിക്ക് കാണിക്കുന്നു. പിന്നെ അത് തീർക്കും. അപ്പം നമുക്ക് ഇത് വരയ്ക്കാം. വരും ഇവിടെ പോണതൊന്നും തിരിക്കണ്ടാട്ടോ. ആ പറ്റിയില്ലെങ്കിൽ വേണ്ട. കാരണം ഒന്നാമത് എനിക്ക് പാടില്ലാത്ത ആൾക്കാരെയൊക്കെ നമുക്ക് സ്ട്രോബെറി ഒക്കെ അങ്ങ് ആശുപത്രി ആർക്കെങ്കിലും പോകേണ്ടി വന്നപ്പോ പോകേണ്ട വഴിയാന്ന് പറയണം. പുറത്ത് നിന്ന് നിങ്ങക്ക് പാടില്ല, അതുകൊണ്ട് നല്ല പറഞ്ഞതാണ്. ഈ ഇഷ്ടം മാറ്റി അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എടുത്തു. നീ പറയണ കേട്ട് ഞാൻ ഇവിടെ ഈ കുടുംബത്തിരുന്നോളാന്നേ. ഈ വീട്ടിലുള്ള ആർക്കും ഇത് എൻ്റെ ഈ ഒരു എൻവലോപ്പ് മാത്രം കേട്ടോ കോളാവുന്നത്. ഞാൻ സ്ട്രോബെറി വെച്ച് ചെയ്യുന്നത് എല്ലാം അങ്ങ് കോളമായിക്കൊണ്ടിരിക്കുക. എനിക്കതങ്ങ് പിടിച്ചിരുന്നില്ല. മര്യാദക്ക് വരയ്ക്കാഞ്ഞിട്ടാണ്.
എനിക്ക് ഈ ഇല വരയ്ക്കാൻ നേരം ഭ്രാന്ത് പിടിക്കും. ഇഷ്ടമല്ല ഇല വരയ്ക്കാൻ. ഇനിയുണ്ട് ഒരുപാട്. മലഫമ്മ കേസിനൊക്കെ ഷിമല്ല. ഓക്കെ, ഇനി ഇത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എൻ്റെ ഈ ഒരു എൻവലോപ്പ് ഞാൻ സെറ്റാക്കി തരാം. കണ്ട ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഓഫാക്കി കാണിക്കാം. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. പെറ്റൽസ് ഇനി എഴുതണം. എൻ്റെ സ്കെച്ച് പോയി. അപ്പം ഞാൻ പെന്ന് വെച്ച് എഴുതാൻ പോവാം. എവിടെയാ ലൈഫ് പോയി? അവിടെയാണ് ആരോഗ്യം. അങ്ങനെ എങ്ങാണ്ടൊരു സംഭവം ഇല്ലേ? അത് വിട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. പെറ്റൽസ് അല്ല കേട്ടോ, ഞാൻ നേരത്തെ പെറ്റൽസ് എന്നെങ്ങാണ്ട് പറഞ്ഞു. ഇതാണ് സ്ട്രോബെറി. കണ്ടാൽ തോന്നത്തില്ല. കണ്ടാൽ നല്ല തീട്ടം പോലെ ഇരിക്കുന്നു. ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പം ശരിയായി. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിക്കാം. ഇത് ഞാൻ ശരിക്കും ലൈറ്റ് ഓഫ് ആക്കിയില്ല. ആ പെറ്റൽസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ.